ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കൽ ലാബിൽ ചെയ്യാനുള്ള മൂന്നാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ ഡേറ്റ് ആൻഡ് ടൈം യൂസിങ് ഡയലോഗ് ബോക്സ്. ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാം നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എക്ലിപ്സ് IDE, നമ്മൾ യൂസ് ചെയ്യുന്നത് എക്ലിപ്സ് IDE ആണ്. ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നമ്മൾ ഫയലിൽ ന്യൂ കൊടുക്കുന്നു. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ഡേറ്റ് ആൻഡ് ടൈം ആയതുകൊണ്ട് date_time എന്ന് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് 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 ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വ്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ആക്കി കൊടുക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ദെൻ നമുക്കറിയാം നമ്മുടെ പ്രോജക്റ്റ് ഇതാ ഡേറ്റ് ടൈം ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ ഡിസൈൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമ്മൾ RES എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ ലേഔട്ടിൻ്റെ ഉള്ളിലാണ് ആക്ടിവിറ്റി main.xml, അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ദെൻ നമുക്കിവിടെ വേണ്ടത് രണ്ട് ബട്ടൺ ആണ്. ഡിസൈനിൽ രണ്ട് ബട്ടൺ ആണ്. ഒരു ബട്ടൺ ഡേറ്റ് സെലക്ട് ചെയ്യാനും ഒരു ബട്ടൺ ടൈം സെലക്ട് ചെയ്യാനും. അപ്പോൾ രണ്ട് ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ടു അതിൻ്റെ കോഡ് ഇവിടെ ആക്ടിവിറ്റി main.xml വന്ന് അതിൻ്റെ കോഡ് കാണാം. ഇതിൽ ഒന്നാമത്തെ ബട്ടണിൻ്റെ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ഡേറ്റ് എന്നാക്കാം. ദെൻ രണ്ടാമത്തെ ബട്ടണിൻ്റെ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ടൈം എന്നാക്കാം. സെലക്ട് ഡേറ്റ്, സെലക്ട് ടൈം. ദെൻ കൺട്രോളും എസും ഒരുമിച്ച് പ്രസ് ചെയ്താൽ അത് സേവ് ആവും. ദെൻ ഗ്രാഫിക്കൽ ലേഔട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെലക്ട് ഡേറ്റ്, സെലക്ട് ടൈം. ഈ കാണുന്നതിനെയാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്, UI. ഇത് വരച്ചാൽ 5 മാർക്ക് ഉണ്ട് ലാബ് എക്സാമിന്. നിങ്ങൾ വെറുതെ കളയരുത് മാർക്ക്. ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ വരയ്ക്കാൻ പറ്റും, അത്ര ഈസിയാണ്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ പോരുതെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഡിസൈൻ, ഇത്രയാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ഇതോടുകൂടെ നമ്മൾ ഡിസൈനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ കോഡ്, ജാവ കോഡ് എഴുതണം. അതിന് നമ്മൾ SRC എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ com.example.datetime ഉള്ളിൽ മെയിൻ ആക്ടിവിറ്റി .java കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആൻഡ്രോയിഡിൽ നമ്മൾ ജാവ കോഡ് എഴുതേണ്ടത്. ഇവിടെ ഈ 6 എന്നുള്ളത് എറർ കാണിക്കുകയാണെങ്കിൽ നേരെ പ്രോജക്റ്റിൽ പോയി ബിൽഡോൾ കൊടുത്താൽ ആ ഒരു എറർ പോയിക്കോളും. നമ്മളിവിടെ രണ്ട് ബട്ടൺ ഡിസൈനിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ബട്ടൺ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. പ്രൈവറ്റ് ബട്ടൺ, ഡേറ്റ് ബട്ടൺ, കോമ ടൈം ബട്ടൺ, സെമിക്കോളൻ. ഇവിടെ ബട്ടൺ എന്നുള്ളത് എറർ കാണിക്കുകയാണെങ്കിൽ ആ ബട്ടന്റെ പാക്കേജ് ഇമ്പോർട്ട് ആയിട്ടില്ല എന്നർത്ഥം. നേരെ നമ്മളിവിടെ കേഴ്സർ കൊണ്ടുപോയി വെച്ചാൽ ഇവിടെ ഫിക്സ് കാണിക്കും, ഇമ്പോർട്ട്. അപ്പോൾ ആ പാക്കേജ് ഇമ്പോർട്ട് ആയി, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ പാക്കേജ് ഇമ്പോർട്ട് ആവും. ദെൻ അടുത്ത ലൈനിൽ നമുക്ക് ഇതേപോലെ വേറൊരു കാര്യം ഡിക്ലെയർ ചെയ്യാനുണ്ട്. പ്രൈവറ്റ് കലണ്ടറിന്റെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിന്റെ കറന്റ് ഡേറ്റും ടൈമും ഒക്കെ കിട്ടണം. അതിന് വേണ്ടി ബൈ ഡീഫോൾട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കലണ്ടർ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ബിൽറ്റ് ഇൻ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ കലണ്ടർ ഇവിടെ എറർ കാണിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കേഴ്സർ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു എററും പോവും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സെറ്റ് കണ്ടന്റ് വ്യൂ തൊട്ട് താഴത്തെ ലൈനിലായിട്ട് നമ്മൾ ഈ രണ്ട് ബട്ടണും അതേപോലെ കലണ്ടർ വേരിയബിൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡേറ്റ് ബട്ടൺ ഈക്വൽ ടു ബട്ടൺ ഫൈൻഡ് വ്യൂ ബൈ ID. നമ്മൾ ബ്രാക്കറ്റ് FIN അടിച്ചിട്ട് നമ്മൾ കൺട്രോൾ സ്പേസ് ഒരുമിച്ച് അടിച്ചാൽ മതി. R.ID.button1. ഒന്നാമത്തെ ബട്ടന്റെ ID എന്താണ്, button1 എന്നാണ്, സെമിക്കോളൻ. ഇനി രണ്ടാമത്തെ ബട്ടന്റെ പേര്, വേരിയബിളിന്റെ പേര് ടൈം ബട്ടൺ ആണ്. അപ്പൊ ടൈം ബട്ടൺ ഈക്വൽ ടു ബട്ടൺ ദെൻ ഫൈൻഡ് വ്യൂ ബൈ ID. കൺട്രോൾ സ്പേസ് അടിച്ചു കൊടുക്കുക. ഫൈൻഡ് വ്യൂ ബൈ ID, R.ID.button2, രണ്ടാമത്തെ ബട്ടൺ. ദെൻ അതേപോലെ നമുക്ക് കലണ്ടറിന്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കലണ്ടർ ഈക്വൽ ടു കലണ്ടർ ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് നമ്മളിവിടെ നോക്കുക, ഈ കലണ്ടറിന്റെ ഈ C ക്യാപിറ്റലാണ്, ഈ ബട്ടന്റെ B ക്യാപിറ്റലാണ്. അതായത് ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ക്ലാസ് നെയിം ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ വരണം, അല്ലെങ്കിൽ എന്താവും, എറർ കാണിക്കും. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടൺ, ഈ ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവണം, അവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ വരണം. ടൈം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം, ടൈം സെലക്ട് ചെയ്യാൻ വരണം. അപ്പോൾ ഡേറ്റ് ബട്ടൺ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഇപ്പോൾ സെറ്റ് ഓൺ അടിച്ച് കൺട്രോൾ സ്പേസ് എടുത്താൽ മതി. ന്യൂ
വ്യൂ ഡോട്ട് വ്യൂവിന്റെ വി നിർബന്ധമായും ക്യാപിറ്റൽ കൊടുക്കണം. ദെൻ വ്യൂ എന്ന് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് കൊടുത്താൽ അപ്പൊ തന്നെ ഇത് കാണിക്കും ഓൺ ക്ലിക്ക് ലിസണർ. ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നേരെ ഇങ്ങോട്ട് താഴോട്ട് വന്നു. ഇവിടെ നമുക്ക് ഈ ടു ഡു എന്നുള്ളിടത്താണ് നമുക്ക് എന്ത് ചെയ്താനുള്ളത്, നമുക്ക് കോഡ് എഴുതാനുള്ളത്. അത് നമുക്ക് ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ ഒരു സെമിക്കോളൻ കൊടുത്താൽ ആ ഒരു എറർ പോവും. ഈ ടു ഡു എന്നുള്ളിടത്ത്, അതായത് നമ്മൾ ഈ ബട്ടൺ ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ആ ഫംഗ്ഷനെ നമ്മൾ പിന്നീട് ഡിഫൈൻ ചെയ്യും. ഇവിടുത്തെ ഫംഗ്ഷന്റെ പേര് ഷോ ഡേറ്റ് പിക്കർ എന്നാണ്. ഓക്കെ, ഓൺ ക്ലിക്കിന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇതേപോലെ തന്നെയാണ് എന്തിൽ വരിക, ടൈം ബട്ടൺ. ഇവിടെ നമ്മളിപ്പോൾ ഡേറ്റ് ബട്ടന്റെ ഓൺ ക്ലിക്ക് നമ്മളിവിടെ കൊടുത്തു. അപ്പൊ ടൈം ബട്ടണിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ഇത് ഇങ്ങനെ ഇവിടെ വരെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ സി കൊടുക്കുക, കോപ്പി ആയി. തൊട്ട താഴത്തെ ലൈനിൽ കൺട്രോൾ വി കൊടുത്താൽ അതെന്തായി, പേസ്റ്റ് ആയി. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഡേറ്റ് ബട്ടൺ എന്നുള്ളടത്ത് ഡേറ്റിന്റെ സ്ഥാനത്ത് ജസ്റ്റ് എന്താക്കുക, ടൈം എന്നാക്കുക. അതേപോലെ ഷോ ഡേറ്റ് പിക്കർ എന്നുള്ളടത്ത് ഷോ ടൈം പിക്കർ എന്നാക്കുക. എത്ര ഈസിയിൽ കാര്യങ്ങൾ കഴിഞ്ഞു, എത്ര ഈസിയിൽ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഷോ ഡേറ്റ് പിക്കറും ഷോ ടൈം പിക്കറും ഇവിടെ എന്താക്കുന്നുണ്ട്, എറർ കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തില്ല, അത്രേ ഉള്ളൂ. അത് ഡിഫൈൻ ചെയ്യുന്നതോടുകൂടെ എന്താവും, ആ ഒരു എറർ പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് തന്നെയാണ്, ഇവിടെ ഒന്ന് ഡേറ്റ് എന്നുള്ളടുത്ത് ടൈം ആവുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഷോ ഡേറ്റ് പിക്കർ, ഷോ ടൈം പിക്കർ. ദെൻ നമുക്കിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാൻ പോവാണ്. പ്രൈവറ്റ് void ഷോ ഡേറ്റ് പിക്കർ. ഷോ ഡേറ്റ് പിക്കർ, ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഡേറ്റ് എന്നുള്ളടുത്ത് ടൈം ആക്കിയാൽ പെട്ടെന്ന് നമുക്കിത് ടൈപ്പ് ചെയ്യാൻ കഴിയും, കോഡ് ചെയ്യാൻ കഴിയും. ദെൻ ഇവിടെ ഞാൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഷോ ഡേറ്റ് പിക്കർ എന്നുള്ള ഇവിടെ എറർ പോയി. കാരണം എന്താ, അവിടെ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, ഇതിൻ്റെ ഉള്ളിലൊന്നും കൊടുത്തില്ലെങ്കിലും ആ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു എറർ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് വോയിഡ് ഷോ ഡേറ്റ് പിക്കർ. ഇവിടെ നമുക്ക് ഡയലോഗ് കിട്ടാൻ വേണ്ടിയിട്ട്, ഡേറ്റ് പിക്കർ ഡയലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഡേറ്റ് പിക്കർ ഡയലോഗ്, അതായത് ഡയലോഗ് ബോക്സ് ആണല്ലോ വരണ്ടേ, ഡയലോഗ് സ്പേസ് ഇട്ടതിന് ശേഷം ഡേറ്റ് പിക്കർ ഡയലോഗ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ ഡേറ്റ് പിക്കറിന്റെ ഈ ഡി എന്നുള്ളത് ക്യാപിറ്റൽ ആണ്, കണ്ടോ, ഈ ഡി എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഇത് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് പിക്കർ ഡയലോഗ് ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതിന്റെ പാക്കേജ് ഈക്വൽ ടു ന്യൂ കൊടുക്കുക. വീണ്ടും ഡേറ്റ് പിക്കർ ഡയലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൽ ന്യൂ അല്ല, ദിസ്, ഈ ആക്ടിവിറ്റി ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി, റെഫർ ചെയ്യാൻ വേണ്ടി ദിസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും ന്യൂ എന്ന് കൊടുക്കുക. ദെൻ സ്പേസ് ഇട്ടതിന് ശേഷം ഡേറ്റ് പിക്കർ ഡയലോഗ് ഡോട്ട് കൊടുത്താൽ തന്നെ അപ്പോൾ ഒരു ഫംഗ്ഷനെ കാണിക്കും. അതായത് ന്യൂ ഡേറ്റ് പിക്കർ ഡയലോഗ് എന്ന് കൊടുത്തിട്ട് ഒരു ഡോട്ട് കൊടുത്താൽ അപ്പം തന്നെ കാണിക്കും ഓൺ ഡേറ്റ് സെറ്റ് ലിസണർ, കാണിച്ചല്ലോ. അത് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് ഇങ്ങോട്ട് വന്നോളും. ഇവിടെ എറർ കാണിക്കും, ആ എററൊക്കെ ലാസ്റ്റ് പോയിക്കോളും. ഇപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഈ ആർക്ക് 0 എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കണം, വ്യൂ എന്നാക്കണം. ദെൻ ആർക്ക് 1 എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കണം, ഇയർ എന്നാക്കണം. ആർക്ക് 2 എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കണം, മന്ത് എന്നാക്കണം. ആർക്ക് 3 എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കണം, ഡേ എന്നാക്കണം. ഓക്കെ, ദെൻ നമുക്കിവിടെ ഈ ടു ഡു എന്നുള്ളിടത്ത് നമുക്ക് കോഡ് എഴുതാനുണ്ട്. എന്താ കോഡ് എഴുതാണ്ടാവുക, ഡേറ്റ് ബട്ടൺ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. അതായത് ആ ബട്ടണിലേക്ക് നമ്മളൊരു ടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ്. ഡേറ്റ് ബട്ടൺ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. അവിടെ എന്താ ടെക്സ്റ്റ് വരേണ്ടത്, ആദ്യം ഡേ വരണം. ദെൻ ആ ഡേ കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈഫൺ. അപ്പോൾ ആ ഹൈഫൺ വരാൻ നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ ഹൈഫൺ കൊടുക്കുന്നു. ദെൻ ഒരു പ്ലസ് ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ അടുത്ത് എന്താ വരേണ്ടത്, ഡേ കഴിഞ്ഞാൽ മന്താ വരേണ്ടത്. അപ്പോൾ ആ മന്ത് വരാൻ വേണ്ടി നമ്മൾ മന്ത് +1 എന്ന് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ മന്ത് 0 ബേസ്ഡ് ആണ്. അപ്പം 0 ബേസ്ഡ് ആയതുകൊണ്ട് ജനുവരി എന്ന് പറയുമ്പോൾ അവിടെ 0 ആണ് വരിക. അപ്പം 1 വരണമെങ്കിൽ മന്ത് +1 എന്ന് കൊടുക്കും. ഓക്കെ, അതിനുശേഷം പിന്നെ ഇയർ ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു ഹൈഫൺ വരണം. അപ്പോൾ ഒരു പ്ലസ് ഇട്ടു, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു ഹൈഫൺ കൊടുത്തു. ആ ഹൈഫൺ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇയർ വരാം. വീണ്ടും പ്ലസ് ഇട്ടു, ഇയർ എന്ന് കൊടുത്തു. ജാവയിലൊക്കെ ചെയ്യുന്നതാണ് പ്ലസ് ഇട്ടു. അതായത് എന്താണ്, ഡേ കഴിഞ്ഞ് ഹൈഫൺ വന്നു, മന്ത് വന്നു, ഹൈഫൺ വന്നു, ഇയർ വന്നു, അതിന് വേണ്ടിയിട്ടുള്ള സിൻടാക്സ്.
ദെൻ പുറത്തൊരു സെമി കോളൻ. അപ്പോൾ ഡേറ്റ് ബട്ടൺ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നമുക്കിനി ബൈ ഡീഫോൾട്ട് അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ രണ്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ളത് ഇവിടെ ഒരു കോമ ഇടാം. എന്നിട്ട് കലണ്ടർ ഡോട്ട് ഗെറ്റ്, എന്നിട്ട് ബ്രാക്കറ്റിൽ കലണ്ടർ ഡോട്ട് ഇയർ, എന്നിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തൊരു കോമ ഇടുക. കലണ്ടർ ഡോട്ട് ഗെറ്റ്, ബ്രാക്കറ്റിൽ കലണ്ടർ ഡോട്ട് മന്ത്, എന്നിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തൊരു കോമ ഇടുക. അടുത്തത് കലണ്ടർ ഡോട്ട് ഗെറ്റ്, ബ്രാക്കറ്റിനുള്ളിൽ കലണ്ടർ ഡോട്ട് ഡേ ഓഫ് മന്ത്. ദെൻ പുറത്ത് നമ്മൾ ഒരു സെമി കോളൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കലണ്ടറിന്റെ ഡേ ഓഫ് മന്ത് ഇയർ അത് കൊടുത്തപ്പോൾ തന്നെ ഈ എററൊക്കെ പോയത് കണ്ടോ. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞു. ഏത്? ഡേറ്റ് പിക്കറിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു, ഷോ ഡേറ്റ് പിക്കർ. നമുക്ക് ഈ ഓവർ റൈഡ് ഇതിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ഒഴിവാക്കാം. മെനു ഇൻഫ്ലേറ്റർ ഒന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ എന്തുണ്ട്, ഇവിടെ ഷോ ടൈം പിക്കർ എറർ കാണിക്കുന്നുണ്ട് ഇല്ലേ? ഷോ ടൈം പിക്കർ എറർ കാണിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, നേരെ ഇതിവിടെ വരെ എന്ത് ചെയ്യുക, ഇവിടെ വരെ സെലക്ട് ചെയ്യുക, Ctrl+C, ദെൻ തൊട്ട താഴത്തെ ലൈനിൽ Ctrl+V. ഇപ്പോൾ ഷോ ഡേറ്റ് പിക്കർ എന്ന് തന്നെയാണ് ഇവിടെ പേര്, നമ്മൾ പേസ്റ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഷോ ഡേറ്റ് പിക്കർ എന്നുള്ളതിന് പകരം ജസ്റ്റ് എന്താക്കുക, ഷോ ടൈം പിക്കർ. ഓക്കെ, ദെൻ ഡേറ്റ് പിക്കർ ഡയലോഗ് എന്നുള്ളിടത്ത് എന്താക്കി മാറ്റാം, ടൈം പിക്കർ ഡയലോഗ് എന്നാക്കുക. ഇവിടെ ഡേറ്റ് പിക്കർ ഡയലോഗ് എന്നുള്ളിടത്തും ടൈം പിക്കർ ഡയലോഗ് എന്നാക്കുക, ടൈം പിക്കർ ഡയലോഗ്. ഓക്കെ, ടി ക്യാപിറ്റൽ കൊടുക്കാം, ടൈം പിക്കർ ഡയലോഗ്. ഇവിടെ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ഡേറ്റ് പിക്കർ എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കുക, ടൈം പിക്കർ, ഡേറ്റ് എന്നുള്ളിടത്തൊക്കെ ടൈം ആക്കി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ പിന്നെ കുറേ ചെയ്യാണ്ടെന്ന് വിചാരിക്കും, ഇതൊക്കെ സിമ്പിൾ ആണ്. ദെൻ ഓൺ ഡേറ്റ് സെറ്റ് ലിസണർ എന്നുള്ളതിന് പകരം എന്താവും, ഓൺ ടൈം സെറ്റ് ലിസണർ എന്നാവും. ദെൻ ഇവിടെ നമ്മൾ ഓൺ ഡേറ്റ് സെറ്റ് എന്നുള്ളതിന് പകരം എന്താവും, ഓൺ ടൈം സെറ്റ് എന്നാവും അല്ലേ? ഇനി അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെന്റിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇൻഡ് മന്ത്, ഇൻഡ് ഡേ എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് ഇൻഡ് ഹവർ, അതേപോലെ ഇൻഡ് മിനിറ്റ് എന്താവശ്യമില്ല, ഇൻഡ് ഡേ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കണം. ഓക്കെ, ദെൻ ഡേറ്റ് ബട്ടൺ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്നുള്ളതിന് പകരം എന്താവും, ടൈം ബട്ടൺ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. ദെൻ അവിടെ നമുക്ക് ഇവിടെ എന്താ വരിക, സെറ്റ് ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഡേ എന്നുള്ളതിന് പകരം എന്താ വരിക, ഹവർ എന്നാണ് വരിക അല്ലേ? ഹവറും മിനിറ്റും ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ഹവർ. ദെൻ ഇവിടെ നമുക്ക് പ്ലസ് ഇട്ടതിന് ശേഷം എന്താ വരിക, ഒരു കോളനാണ് വരിക. അങ്ങനെയാണല്ലോ സാധാരണ ഡേറ്റ് കാണിക്കുക. ദെൻ നമുക്ക് എന്താണ്, പിന്നെ മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹവർ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുക, മിനിറ്റ് കൊടുക്കും. അപ്പോൾ സെറ്റ് ടെക്സ്റ്റ് റെഡിയായി. ഓക്കെ, സെറ്റ് ടെക്സ്റ്റ് റെഡിയായി. ദെൻ ഇവിടെ നമുക്ക് കലണ്ടർ ഡോട്ട് ഗെറ്റ് കലണ്ടർ, നമുക്ക് എന്താ വരിക, ഇയറിന് പകരം എന്താ വരിക, ഹവർ ഓഫ് ഡേ, ഹവർ ഓഫ് ഡേ. ദെൻ കലണ്ടർ ഡോട്ട് ഗെറ്റ് മന്തിന് പകരം എന്ത് വരും, മിനിറ്റ് വരും. ഓക്കെ, ദെൻ ഇവിടെ ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു ട്രൂ എന്നുള്ള ഒരു സെന്റൻസ് കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കൊടുക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നേരത്തെ ഡേറ്റ് പിക്കറിൽ നമ്മൾ വിട്ടുപോയ ഒരൊറ്റ ലൈൻ ഉണ്ട്. അതായത് ഇതിന്റെ തൊട്ട താഴെയായിട്ട് ഡേറ്റ് പിക്കർ ഡയലോഗ് ഡോട്ട് ഷോ എന്നുള്ളൊരു ലൈന് കൊടുക്കാനുണ്ട്. അതായത് ഇതിന്റെ തൊട്ട താഴെ നമ്മൾ ലാസ്റ്റ് ഇവിടെ സെമിക്കോളൻ ഉണ്ടല്ലോ, ഇതിന്റെ തൊട്ട താഴെയായിട്ട് ഡേറ്റ് പിക്കർ ഡയലോഗ് ഡോട്ട് ഷോ. അപ്പോൾ അതേപോലെ അത് എന്തിനു വരും, ടൈം പിക്കറിന് വരും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, Ctrl+C, നേരെ ഇതിന്റെ തൊട്ട താഴെ
കൺട്രോൾ വി. ഇവിടെ ഡേറ്റ് പിക്കർ എന്നുള്ളതിന് പകരം എന്താക്കുക, ഡേറ്റ് എന്നുള്ളതിന് പകരം എന്താക്കുക, ടൈം എന്നാക്കുക. ഡോട്ട് ഷോ. ഓക്കെ, ഇവിടെ ഡേറ്റ് പിക്കർ നിങ്ങൾ ഡേറ്റ് എന്നുള്ള എറർ കാണിക്കുന്നുണ്ട്. ഡേറ്റ് ടൈം എന്നുള്ളതിന് ഡേറ്റ് എന്നായി പോയിട്ടുണ്ട്. ദെൻ ആ ടൈം പിക്കർ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഡേറ്റ് എന്നുള്ളിടത്തൊക്കെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി അല്ലേ, ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയല്ലേ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കോഡ്. ക്ലിയർ ആണല്ലോ. നമുക്ക് എവിടെയെങ്കിലും എറർ ഉണ്ടോ? യെസ്, എററൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡേറ്റ് ടൈമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇത് എമുലേറ്ററിൽ ലോഡായി വരും. ലോഡാവുന്നുണ്ട്. എമുലേറ്റർ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിടാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. യെസ്, ഓപ്പൺ ആയിട്ടുണ്ട്. ലോക്ക് തുറന്നു കൊടുത്താൽ ഓട്ടോമാറ്റിക് ലോഞ്ചായി വന്നോളൂ. യെസ്, വന്നിട്ടുണ്ട്. കണ്ടോ, സെലക്ട് ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് പിക്കർ വന്നു. ഞാൻ തൽക്കാലം ഓക്കെ, ഇന്നത്തെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡൺ കൊടുത്ത് വേറെ ഡേറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ 12/4/2025 വന്നു. സെലക്ട് ടൈം, ഇപ്പോൾ ഡയലോഗ് ബോക്സ് വന്നു. കണ്ടോ, ഇവിടെ സെറ്റ് ടൈം എന്നുള്ളത് വന്നു. നമുക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്തു, സെറ്റ് ടൈം കൊടുത്തു. ഇതാണ് ഡേറ്റ് ആൻഡ് ടൈം യൂസിങ് ഡയലോഗ് ബോക്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.